ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും വാട്സപ്പ് എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. അതിനാൽ തന്നെ വാട്സപ്പിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു അടിപൊളി സെറ്റിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ആഡ് സ്റ്റാറ്റസ് എന്നതിൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. ഇവിടെ AI ഇമേജസിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ AI ഇമേജ് എന്നതിൽ നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ താഴേക്ക് നിങ്ങൾക്ക് കുറച്ച് ഇമേജസ് എല്ലാം വരുന്നത് കാണാം. ഇതിൽ നിന്നും ജസ്റ്റ് ഞാൻ റാൻഡമായി ഒരു പിക്ചറെല്ലാം ഇപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, നല്ല ഇൻഫർമേഷനാണ്, നിങ്ങൾക്ക് തീർച്ചയായും ഗുണം ചെയ്യും. അപ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഫോട്ടോയ്ക്ക് താഴെയായി പുതുതായി മേക്ക് ചേഞ്ചസ് എന്നൊരു ഓപ്ഷൻ എല്ലാമാണ് വന്നിരിക്കുന്നത്. ഇവിടെ തന്നെ നമുക്ക് കുറേ അധികം ഫോട്ടോസ് എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫോട്ടോ എല്ലാം തന്നെ ഇവിടെ എടുക്കുക. അതിനുശേഷം ഈ മേക്ക് ചേഞ്ചസ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അനിമേറ്റ് എന്നത് നേരത്തെ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ പോകുന്നത് എഡിറ്റ് എന്നതിലാണ്. അതിനുശേഷം ഇവിടെ റിമൂവ്, അതുപോലെ ആഡ്, ചേഞ്ച് ഇങ്ങനെയുള്ള ഓപ്ഷൻ എല്ലാമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ റിമൂവ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ ക്യാറ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് ക്യാറ്റ് റിമൂവ് ചെയ്യാനാണ് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വളരെ ക്ലിയറായി അവിടെ നിന്നുള്ള ആ ക്യാറ്റ് പിക്ചർ എല്ലാം തന്നെ ഇവിടെ ഒഴിവായിട്ടുണ്ട്. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ വീണ്ടും എഡിറ്റ് എന്നതിൽ പോയതിന് ശേഷം ഇനി നിങ്ങൾക്ക് ആഡ് എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് എല്ലാം ആഡ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണമായി ഞാൻ ഇവിടെ ലയൺ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതൊന്ന് റൺ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നത് എന്നെല്ലാം നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ലയണിൻ്റെ ഫേസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. വളരെ മനോഹരമായി നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്യാനെല്ലാം ഈ ഒരു AI എഡിറ്റിംഗ് ടൂൾ എല്ലാം യൂസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട ഇമേജസ് എല്ലാം നിങ്ങളുടെ സ്റ്റാറ്റസായി നിങ്ങൾക്ക് ഇവിടെ നിന്നും ആഡ് ചെയ്യാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളായ ഒരു കാര്യമാണിത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക.